കേക്ക്. എനിക്ക് കുറച്ച് ടൈം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. നിന്നെ കൊണ്ട് ഇത് വല്ലതും പറ്റുവോ? അതെന്ത് ടോക്കാണ് പാറു? അല്ലാതെ പിന്നെ ഞാൻ ഇടിച്ചുകയറി ഇങ്ങോട്ട് വരും നിന്റെ വീട്ടിലേക്ക്. എന്തിന്? 4 ആള് കാണുക നിന്നെ ഞാൻ കെട്ടും. അതാണല്ലോ ഹീറോയിസം. അത് നടത്തുന്നതാണ് ഹീറോയിസം. നടത്തും. അതൊന്ന് വേഗം വേണോന്നാ ഞാൻ പറഞ്ഞേ. എനിക്ക് വയ്യ വീട്ടിൽ നിന്ന് അടി ഇടിയും കൊള്ളാൻ. ഇനി അതൊന്നും വേണ്ടി വരും. അതെന്താ എനിക്ക് കിട്ടുന്ന നീ വന്നു കൊള്ളുവോ? ഞാനോ? അയ്യോ പട്ടി. വേഗം വാ. എടി നീയെങ്കിലും പോയി അതൊന്ന് ഓഫ് ചെയ്യോ? അവനത് താരാട്ട് പാട്ടാ. മനുഷ്യന്റെ ചെവി പോയി. ഒന്ന് എണീക്ക് ചന്തുവേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. അല്ലേലും ഇങ്ങനെ നടന്ന് വിളിക്കുമ്പോ അവന് കുറച്ച് കൂടുതലാ. അപ്പൊ പേടിയുണ്ട്. വേഗം എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചിട്ട് അവളെ കൊണ്ടുപോയി വിടാൻ നോക്ക്. അമ്മ ഇത് ആരോടായി പറയുന്നേ? ചേട്ടൻ അവിടെ പൊതിച്ച് മൂടി കിടന്ന് ഉറങ്ങുക. നീ അവനെ പോയി വിളിച്ചേ. ചന്തുവേട്ടാ ഒന്ന് എണീറ്റേ, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിട്ട് വന്ന് കിടന്നേ. എണീറ്റേ. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. മനുഷ്യവിടെ പണിയും കഴിഞ്ഞ പാതിരേക്കാ വന്ന് കിടക്കുന്നത്. സമ്മതിക്കില്ല അമ്മയും മോളും. നീ ഇതൂടെ കഴിച്ചിട്ട് പോയേ? വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഈ പെണ്ണിന്റെ കാര്യം. ഇന്നും ഓരോ കള്ളം പറഞ്ഞ് ലേറ്റ് ആകരുതേ. ക്ലാസ് കഴിഞ്ഞാൽ നേരത്തേക്ക് വന്നോണം. നേരത്തെ വന്നിട്ട് എന്തിനാ? സദ്യ ഉണ്ടോ ഇവിടെ? ചിലക്കത് കൂടി പെണ്ണേ. എന്താ പാമ്പോലും ഉണ്ടോ? എടാ മുഖം കഴിയച്ചു പോടാ. ടാറ്റാ. ഏട്ടനും ബസ് സ്റ്റോപ്പ് കിട്ടാ മതി, എന്നിട്ട് പോയി കിടന്നോ. അതൊന്നും കുഴപ്പമില്ല. അതല്ല, ഇന്നലെ ലേറ്റ് ആയിട്ടല്ലേ വന്നേ, ഉറക്കക്ഷീണം കാണും, പോയി കിടന്നോ. ഓക്കേ ആണോ? മതിയെന്നേ, ഇവിടുന്ന് കേറാൻ രേവതിയൊക്കെ ഉണ്ടാവും. ശരി. ഹായ് ചേട്ടൻ പോക്കോ. ടാറ്റാ.
ആ വരുന്നു. ആഹാ, നിനക്ക് ഇങ്ങോട്ട് കേറി വന്നാലെന്താ? ഉഷ ചേച്ചി, ചന്തുവിനൊരു ആക്സിഡന്റ് പറ്റി. അവനിപ്പോ മോളെ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയതല്ലേ ഉള്ളൂ. അവൻ തിരിച്ചു വരുന്ന വഴി ഒരു പട്ടി കുറുകെ ചാടിയതെന്നാ കണ്ടെന്നവര് പറഞ്ഞേ. ഈശ്വര, എന്നിട്ട് എന്റെ മോൻ എവിടെ? കുഴപ്പമൊന്നുമില്ല, അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ മോനെ ഏത് ഹോസ്പിറ്റലിലാ? ഞാനും വരാം. അമ്മ സമാധാനായിട്ടിരിക്കെ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ചോദിച്ചിട്ട് പറയാം. ഇവിടെ കിടന്ന് ഉറങ്ങിയവനാ. ഞാൻ അവനെ വിളിച്ചോണത്തി പറഞ്ഞു വിട്ടത്. ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. സംഭവ സ്ഥലത്ത് വെച്ച് ആള് പോയെന്നാ കേട്ടത്. ഓ പാവം, ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ആ പെൺകൊച്ചിന്റെ പഠിത്തവും വീട് നോക്കിക്കൊണ്ടിരുന്ന ആ പയ്യനാ. അവരിതെങ്ങനെ സഹിക്കും? ഇന്നലെ രാത്രി വിളിച്ചപ്പോ അവൻ പുറത്ത് വേറെ ജോബ് നോക്കുവാന്നാ പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതെ, ഈ ബോഡി എപ്പോ കിട്ടും? വിളിച്ച് പറയിപ്പിച്ചോണ്ട് പെട്ടെന്നായി. ഇപ്പൊ വിട്ടുതരാന്ന് പറയുന്നു. ഈ തെരുവ് പട്ടികളെ കൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ. പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് ഒരു കാര്യമില്ല. പഞ്ചായത്തുകാരെന്ത് ചെയ്യാനാ? ഹലോ, ഞാൻ അങ്ങോട്ട് വരണോ? എടാ ബോഡി ഇപ്പം കൊണ്ടുവരും, നീ അവിടെ തന്നെ നിന്നാ മതി. എടാ, ഇവിടെ നല്ല മഴയാ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കാണാം. ഓക്കെ. എന്താ പറ്റിയേ? എന്റെ മോൻ എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് പറ. ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കെ. എന്റെ മോനെ കാണാതെ ഞാൻ എങ്ങനെ സമാധാനിക്കും? ചന്തു, ചന്തു, എന്റെ പൊന്നു മോനെ. അമ്മേ, അയ്യോ, ഏട്ടാ. ചന്തു.
നാട്ടിൽ പോകാതെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ആ പട്ടി തന്നെ ചിത കത്തിക്കുന്നിടത്തുണ്ടായിരുന്നു. അമ്മേ, നമ്മുടെ ഹരിയില്ലേ, കഴിഞ്ഞ വർഷം കാനഡയ്ക്ക് പോയ അവൻ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. അവനവിടെ സുഖമാണോടാ? ആ, എനിക്ക് വേണമെങ്കിൽ ഒരു ജോബ് ശരിയാക്കി തരാന്ന് പറഞ്ഞു. അല്ല, അമ്മ എന്ത് പറയുന്നു? അമ്മേ, നീ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാടാ ഉള്ളേ? അതിനിപ്പോ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടിയല്ലേ പോകുന്നേ. നമുക്ക് വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാ പോരെ? എത്ര നാള്? ഓ, അതൊന്നും എനിക്കറിയില്ല. ഇവിടെ ആവുമ്പോ ഞങ്ങൾക്ക് എന്നും നിന്നെ കാണാമല്ലോ. അതിപ്പോ ഞാൻ പോയാലും എന്റെ ഒരു അദൃശ്യ ശക്തി ഇവിടെ കാണും. ഓടാ, എനിക്കൊരു അദൃശ്യ ശക്തിയും വേണ്ട, നിന്നെ മതി. വേണ്ടെങ്കി വേണ്ട, ഞാനിവിടെ തന്നെ കാണും. അതാ നല്ലത്.